എല്ലാ കൂട്ടുകാർക്കും നമസ്കാരം. സീരിയൽ മാനിയ വെറൈറ്റി സ്റ്റോറീസിന്റെ ഏറ്റവും പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ. അപ്പൊ ഞാൻ എത്തിയിരിക്കുന്നത് ചെമ്പനീർ പൂവ് സീരിയലിന്റെ ഈ വരുന്ന ആഴ്ചയിൽ ആ ഒരു സൂപ്പർ ഹിറ്റ് കഥയൊക്കെ ആയിട്ടാണ്. അപ്പം ചാനൽ ആരെങ്കിലും ആദ്യമായിട്ട് കാണുന്ന ആൾക്കാരാണെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. നേരെ നമുക്ക് ആ സച്ചിയുടെയും രേവതിയുടെയും ഈ വരുന്ന ആഴ്ചയിലെ സൂപ്പർ ഹിറ്റ് കഥയിലേക്ക് പോയാലോ. അങ്ങനെതാ സച്ചിയാണെങ്കിലോ ആശുപത്രിയിൽ നിന്ന് വന്ന സുധീന്ദ്രനെ നല്ല രീതിയിൽ വെച്ചങ്ങ് പൊരിക്കുകയാണ്. അപ്പൊ സുധിക്കാണെങ്കിലോ ഇവന്റെ മുന്നിൽ നിന്നും എങ്ങനെയും ഒന്ന് രക്ഷപ്പെട്ടാൽ മതി എന്നുള്ള ഒറ്റ ചിന്തയാണ്. അപ്പൊ ചന്ദ്രമതി പറയുന്നുണ്ട്, അതെ നീ ഒരുപാട് എന്റെ മകനെ അങ്ങ് കളിയാക്കൊന്നും വേണ്ട, പിന്നെ അവൻ നിനക്കൊരു 50 ലക്ഷം രൂപ തരാനുണ്ട്. അത് തന്നു തീർത്ത് കഴിഞ്ഞാല് നീ ഇനി നിനക്കുള്ള രീതിയിലുള്ള അവകാശങ്ങളെല്ലാം എന്റെ മോന് ഈ വീട്ടിലുണ്ട് എന്നുള്ള കാര്യമൊക്കെ പറയാണ്. അപ്പം ചന്ദ്ര ഇങ്ങനെയൊക്കെ പറയുമ്പോഴും സുധിയുടെ കാര്യത്തില് നമ്മുടെ സച്ചിക്ക് അത്ര അങ്ങ് വിശ്വാസം ഇല്ല കേട്ടോ. ദേ ഇനി കാല് വയ്യ എന്നുള്ള പേരില് ഇവിടെ ഒരുപാട് കാലം ജോലിക്ക് പോകാതെ ഒന്നും ഇരിക്കാന്നൊന്നും നീ വിചാരിക്കണ്ടെന്ന് പറയാണ്. അപ്പൊ സുധി പറയുന്നുണ്ട്, ദേ നീ വിചാരിക്കുന്ന പോലെയൊന്നും അല്ല, ഞാനേ നിന്റെ ചേട്ടനാണ്. കാശ് ഞാൻ തിരികെ തരുമ്പോഴത്തേക്കിനും ഈ ഇടപാടങ്ങ് തീരുമല്ലോ, പിന്നെ നിന്റെ ഈ ഭരണവും കാര്യങ്ങളും ഒക്കെ അവിടെ നിൽക്കുമല്ലോ. ഇത് കേട്ടതും ചന്ദ്രമതി പറയുന്നുണ്ട്, അതെ എന്റെ മോൻ ഇപ്പം നല്ല ഒന്നാന്തരം ഒരു ജോലിയുണ്ട്, അവൻ ആ ജോലിക്ക് പോയിക്കൊണ്ട് തന്നെ നിന്റെ കടമൊക്കെ തീർക്കും, അത് കഴിയുമ്പോ നിന്റെ ഈ ചാട്ടമൊക്കെ അങ്ങ് അവസാനിച്ചോളും എന്നൊക്കെ പറയാണ്. അപ്പൊ സച്ചി പറയുന്നുണ്ട്, അത് കണ്ടത് തന്നെ, ഇവനല്ലേ ആള്. സത്യം പറഞ്ഞ ഈ കാലിന് പറ്റിയ പരിക്ക് തന്നെ സത്യമാണോ എന്ന് ദൈവത്തിന് മാത്രം അറിയാം. അപ്പൊ രവി പറയുന്നുണ്ട്, മോനെ മതിയടാ, എപ്പോഴും നീ ഇങ്ങനെ അവന്റെ നേരെ ചെല്ലാതെന്ന് പറയുമ്പം അച്ഛാ ഇവനെ ഇതുപോലെ ഇട്ട് എരുതിയിലിട്ട് ഇങ്ങനെ വറുത്തെടുക്കണം, അല്ലെങ്കിൽ ശരിയാവില്ല. ഇവന്റെ സ്വഭാവം വെച്ച് നോക്കുമ്പോഴത്തേക്കിനും ഈ കാല് അത് ശരിയാണെന്നൊന്നും എനിക്ക് തോന്നുന്നില്ല എന്നും പറഞ്ഞ് സച്ചിയാണെങ്കിലോ പതിയെ അവിടെ നിന്ന് അങ്ങ് എഴുന്നേറ്റ് നടന്നു പോകുന്ന പോലെ അങ്ങ് നടക്കുമ്പോഴത്തേക്കിനും നമ്മുടെ സുധിയുടെ കാലിനിട്ട് ഒരു ചവിട്ട് കൊടുക്കുകയാണ്. അപ്പൊ കാലിന് ചവിട്ട് കൊണ്ടതും സുധിയാണെങ്കിൽ അയ്യോ എന്റെ അമ്മയെന്ന് പറഞ്ഞ് അയ്യോ കൊട്ടുകയാണ്. ഇത് കേൾക്കുമ്പോ സച്ചിക്ക് പിടികിട്ടി, അപ്പൊ ശരി തന്നെയാണ്, കറക്റ്റ് തന്നെയാണ് കേട്ടോ അമ്മേ ചന്ദ്രമതി, ശരി തന്നെയാണ്, ഇവന്റെ കാലിന് പരിക്കുണ്ട്. ഞാൻ വിചാരിച്ചിരുന്നത് ഇവനും അമ്മയും കൂടിയുള്ള ഒരു നാടകമാണോ ഇതെന്നാണ്. പക്ഷേ നാടകമൊന്നും അല്ല, സംഭവം ശരിയാണ്. ഇവന്റെ അയ്യോ കൊട്ട് കേൾക്കുമ്പോഴേ നമുക്ക് മനസ്സിലാകുമെന്നും പറഞ്ഞ് സച്ചിയാണെങ്കിൽ അവിടെ നിന്ന് എങ്ങനെ ചിരിക്കുകയാണ്. എന്റെ കാല് പോയി കേട്ടോ, നീ എന്ത് കോപ്രായമാണ് ഈ കാണിക്കുന്നതെന്നും പറഞ്ഞ് സുധിയാണെങ്കിൽ സച്ചിയോട് ദേഷ്യപ്പെടുകയാണ്. അതെ നീ അച്ഛനെയും പറ്റിച്ച് എന്നെയും പറ്റിച്ച് ദാ നിൽക്കുന്നവളെ എന്റെ തലയിലേക്കും വെച്ച് തന്ന് ഇത്തരം കാര്യങ്ങളൊക്കെ ചെയ്തവനല്ലേ. അപ്പം നീ സത്യസന്ധമായിട്ടൊന്നും ജീവിക്കില്ല എന്നുള്ള കാര്യം എനിക്കറിയാം, അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഒന്ന് ചെയ്തത്. എന്തായാലും നിനക്ക് വേദന എടുത്തത് കൊണ്ട് കാല് മുറിവ് വെച്ച് കെട്ടൊന്നും അല്ല എന്ന് എനിക്ക് മനസ്സിലായെന്നും പറഞ്ഞ് ഇവൻ അവിടെ നിന്ന് അങ്ങ് പോവുകയാണ്. അപ്പൊ ഭാമ പറയുന്നുണ്ട്, ദേ ഇനി ഇവൻ ഇവിടെ നിർത്തി ഒരുപാട് കഷ്ടപ്പെടുത്തണ്ട ചന്ദ്രേ, നീ സുധിയെ കൊണ്ടുപോയി റൂമിൽ കിടത്തെന്ന് പറയാണ്. അപ്പൊ തന്റെ മകനെയും താങ്ങി പിടിച്ച് ചന്ദ്രമതി ആണെങ്കിൽ പതിയെ സ്റ്റെയർ കയറി അങ്ങ് പോകുമ്പോൾ നമ്മുടെ രവി അവിടെ നിന്ന് ഇങ്ങനെ നോക്കുകയാണ്. എത്ര സ്നേഹമാണ് ഈ അമ്മയ്ക്ക് സ്വന്തം മോനോട്. അങ്ങനെ ചന്ദ്രമതി പോയതും നമ്മുടെ രേവതിയോട് പറയാണ്, രേവതി ദേ എനിക്ക് കുടിക്കാനായിട്ട് കുറച്ച് വെള്ളം വേണം, നീ സുധിയുടെ റൂമിലേക്ക് കുറച്ച് വെള്ളവുമായിട്ട് വരാൻ പറയാണ്. അപ്പൊ അമ്മായിയമ്മ പറഞ്ഞതാണല്ലോ, അമ്മായിയമ്മ പറഞ്ഞു കഴിഞ്ഞാൽ ചെയ്തല്ലേ പറ്റുള്ളൂ. അങ്ങനെ രേവതിത ഒരു ഗ്ലാസ് വെള്ളമൊക്കെ ആയിട്ട് അങ്ങ് വരികയാണ്. വരുന്ന സമയത്താണെങ്കിലോ സുധിക്ക് വേണ്ടി വെള്ളം കൊടുക്കാനായിട്ട് ചന്ദ്രമതി ആവശ്യപ്പെടുകയാണ്. അതെ അമ്മയ്ക്ക് വെള്ളം തരണമെങ്കിൽ ഞാൻ തരാം, എത്ര പ്രാവശ്യം അമ്മ ഇത് പറയിപ്പിക്കുന്നത്, ദേ സുധിക്ക് വേണമെങ്കിൽ അമ്മ തന്നെ എടുത്തു കൊടുക്കേണ്ടി വരുമെന്നും പറഞ്ഞ് രേവതി അങ്ങനെ നിന്ന് തർക്കിക്കുമ്പോഴത്തേക്കിനും സച്ചി അവിടെ അവതരിക്കുകയാണ്. സച്ചി പറയുന്നുണ്ട്, ദേ അമ്മ എത്ര പ്രാവശ്യം പറയുന്നത്, സുധിക്ക് വേണമെങ്കിൽ അമ്മ തന്നെ ചായ ഉണ്ടാക്കണം, അതുപോലെ തന്നെ ഭക്ഷണം ഉണ്ടാക്കണം, അല്ലാതെ രേവതിയെ ആ കാര്യങ്ങൾക്ക് ബുദ്ധിമുട്ടിക്കരുതെന്നുള്ള താക്കീത് കൊടുക്കുകയാണ് ചന്ദ്രമതിക്ക്. അപ്പൊ ചന്ദ്രയാണെങ്കിലോ ഇതൊക്കെ മാറും, എന്റെ മകനും അടുത്ത ദിവസം ഒരു പെണ്ണിനെ ഇങ്ങ് വിളിച്ചുകൊണ്ട് വരും, എന്റെ മകന്റെ കല്യാണം ഞാൻ നല്ല അന്തസ്സായിട്ട് നടത്തും. അന്തസ്സായിട്ട് നടത്തായിരുന്നല്ലോ, നല്ല ഒന്നാം തരത്തിലല്ലേ കല്യാണമൊക്കെ നടത്താൻ തീരുമാനിച്ചത്. ആ സമയത്തേ അമ്മ എന്താ ചെയ്തത്, അമ്മയുടെ മകന്റെ കൂടെ അല്ലേ നിന്നത്. ഇവനാണെങ്കിലോ അവൻ അച്ഛനെയും ചതിച്ച് ദാ നിൽക്കുന്ന രേവതിയെയും ചതിച്ച് അവനിപ്പോ എന്താ കിട്ടിയിരിക്കുന്നത്. അവളാണെങ്കിൽ അവനെ നല്ല ഒന്നാം തരത്തിൽ തേക്കവും കൂടി ചെയ്തു. ഇവൻ ഇത് തന്നെ വരണം. പിന്നെ അമ്മയ്ക്ക് ഒരു മകനും കൂടി ഉള്ളത് എന്തായാലും നന്നായി. ഇനിയിപ്പം ഇവൻ ഇനി അടുത്ത കല്യാണത്തിൽ നിന്നും പിന്മാറിക്കഴിഞ്ഞാല് ശ്രീകാന്തിനെ കൊണ്ട് ആ പെണ്ണിനെ കെട്ടിക്കാമല്ലോ. അപ്പൊ ഇത് കേൾക്കുമ്പോ ചന്ദ്രയ്ക്ക് ഒന്നുകൂടെ കലിയായി കേട്ടോ. ചന്ദ്ര പറയുന്നുണ്ട്, ദേ ഇത് ഇവന്റെ മുറിയാ, നീ നിന്റെ റൂമിലേക്ക് പോയിക്കോന്നും പറഞ്ഞ് ദേഷ്യപ്പെട്ട് നമ്മുടെ സച്ചി അവിടുന്ന് പറഞ്ഞയക്കുകയാണ്. അപ്പൊ അതിനുശേഷം
ചന്ദ്രമതി അവിടെ ഇരുന്ന് ഇങ്ങനെ ആലോചിക്കുക, എത്രയും പെട്ടെന്ന് തന്നെ സുധീന്ദ്രന്റെ കല്യാണം നല്ല ഗംഭീരമായിട്ട് നടത്തണം. അതിനുള്ള കാര്യങ്ങൾ ചിന്തിക്കുമ്പോൾ നമ്മളെ കാണിക്കുന്നത് ശ്രുതിയെയാണ്. അപ്പൊ ശ്രുതിയാണെങ്കിലും ആശുപത്രിയിൽ നിന്നും മടങ്ങി എത്തുമ്പോഴത്തേക്കിനും അവളുടെ കൂടെ താമസിക്കുന്ന ആ ഒരു പെണ്ണ് പറയുന്നുണ്ട്, അല്ലടി കഴിഞ്ഞ ദിവസം രാത്രി നീ ഇതെവിടെയായിരുന്നു? നിന്നെ വിളിച്ചിട്ടാണെങ്കിൽ ഫോണിൽ പോലും കിട്ടിയില്ലല്ലോ, നീ എവിടെയായിരുന്നു എന്നുള്ള കാര്യം ചോദിക്കുകയാണ്. അപ്പൊ അവള് പറയുന്നുണ്ട്, ഞാൻ ഒരു കാര്യമൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് ഒന്ന് ഹോസ്പിറ്റലിലായിരുന്നു, ഒരു പുള്ളിക്കാരനൊരു ആക്സിഡന്റ് ഉണ്ടായി, ഞാനാണ് ആളെ ആശുപത്രിയിൽ എത്തിച്ചത് എന്നുള്ള കാര്യമൊക്കെ പറയുമ്പോൾ കൂട്ടുകാർ ചോദിക്കുന്നുണ്ട്, അപ്പൊ കോളടിച്ച് കാണുമല്ലോ, സത്യം പറയും, ആ വീട്ടുകാരെ കൊണ്ട് നീ എത്ര രൂപ ബില്ല് അടപ്പിച്ചു? എടി ഇതങ്ങനെയൊന്നും അല്ലടി, അയാൾ ഒരു പാവമാണ്, പിന്നെ അയാളുടെ അമ്മയും എനിക്ക് അത്യാവശ്യം പരിചയമൊക്കെ ഉണ്ട്, അങ്ങനെയുള്ളവരെ നമ്മൾ പറ്റിക്കാൻ പാടില്ലല്ലോ. അല്ലെങ്കിൽ ഞാനിപ്പോൾ ആലോചിക്കുവാണ്, ഇതുപോലെ ഈ തട്ടിപ്പും വെട്ടിപ്പും ഒക്കെ ആയിട്ട് ഞാൻ എത്ര കാലം മുന്നോട്ട് പോകാനാണ്, ഇനി ഇതൊക്കെ ഒന്ന് ഒതുക്കി ഒരു കുടുംബസ്ഥ ആയാലോ എന്നൊക്കെ ഞാൻ ആലോചിക്കുകയാണ് എന്നുള്ള കാര്യം പറയുമ്പം, എന്താടി വല്ല പ്രേമത്തിലോ വല്ലതും ചെന്ന് ചാടിയോ എന്ന് ചോദിക്കുകയാണ്. അപ്പൊ കൂട്ടുകാർ പറയുമ്പം നമ്മുടെ ശ്രുതിക്ക് ചെറിയൊരു നാണമൊക്കെ വരുന്നുണ്ട്. ശ്രുതി ആലോചിച്ച് വെച്ചിരിക്കുന്നത് നമ്മുടെ ശ്രുതിയെ തന്നെയാണ്. അപ്പം ശ്രുതിയും അതുപോലെ തന്നെ ശ്രുതിയും തമ്മിലുള്ള കല്യാണമൊക്കെ നടന്നു കഴിഞ്ഞാൽ അയാൾക്കാവുമ്പോൾ അത്യാവശ്യം വിദ്യാഭ്യാസമൊക്കെ ഉണ്ടല്ലോ, അത്യാവശ്യം കൊള്ളാവുന്ന ഒരു കുടുംബത്തിൽ നിന്നുള്ള ഒരു ആള് തന്നെയാണ്. അപ്പം അങ്ങനെയുള്ള ഒരാളെ കിട്ടിക്കഴിഞ്ഞാൽ എന്താ കഴിക്കുവോ എന്നുള്ള കാര്യം ഇവൾ ഇങ്ങനെ ആലോചിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ കൂട്ടുകാർ കളിയാക്കാണ്, എന്തൊക്കെയോ മനസ്സിൽ കയറി കൂടിയിട്ടുണ്ടല്ലോ, എന്തേലും ഉണ്ട് എന്നോട് പറയുകയാണ്. അപ്പൊ ആ സീൻ കഴിയുമ്പോൾ നമ്മളെ കാണിക്കുന്നത് നമ്മുടെ ചന്ദ്രമതി ആണെങ്കിൽ ഫുഡ് കഴിക്കാനൊക്കെ ഇരിക്കുകയാണ്. അപ്പൊ ആ ഒരു സമയത്ത് സച്ചി ആണെങ്കിൽ ഇതാ കുറച്ച് സ്വീറ്റ്സ് ഒക്കെ ആയിട്ട് വരിക. അപ്പൊ കുറച്ചധികം പലഹാരമൊക്കെ ഉണ്ട്. ആരും ഭക്ഷണം കഴിക്കല്ലേ, എല്ലാരും ഞാൻ കൊണ്ടുവന്ന ലഡുവും ജിലേബിയും ഒക്കെ കഴിച്ചിട്ട് മതി, ബാക്കി കാര്യമൊന്നും പറഞ്ഞ് ഇവൻ ഓരോരുത്തർക്കും വിളമ്പാൻ തുടങ്ങുമ്പോ ചന്ദ്രമതി പറയുന്നുണ്ട്, നിന്റെ ലഡുവും ജിലേബിയും ഒന്നും എനിക്ക് വേണ്ട. അമ്മേ അങ്ങനെ പറയല്ലേ ടീച്ചറമ്മേ, എനിക്ക് ഏറ്റവും വലിയൊരു സന്തോഷം ഉണ്ടായി. ആ സന്തോഷം നിങ്ങളോടൊക്കെ അല്ലാതെ ഞാൻ ആരോട് പങ്കുവെക്കാനാണ്? കുറച്ച് ദിവസം മുന്നേ നടന്നൊരു സന്തോഷമാണ്, പക്ഷേ അതെനിക്കിപ്പോൾ പങ്കുവെച്ചേ പറ്റുള്ളൂ. അതുകൊണ്ട് നിങ്ങളെല്ലാവരും ഈ ഓരോ പീസ് മധുരം എടുക്കാൻ പറയുകയാണ്. അപ്പം മനസ്സില്ലാ മനസ്സോടുകൂടി എല്ലാവരും ഓരോ പീസ് ലഡുവൊക്കെ എടുത്തു. പാവം നമ്മുടെ സുധീന്ദ്രനും ഒക്കെ എടുത്തു. അപ്പൊ സുധിയും ഒക്കെ ഇത് കഴിക്കാൻ തുടങ്ങുന്ന സമയത്താണ്, അല്ലട മോനെ നീ എന്ത് കാര്യമാണ് പറയുന്നതെന്ന് രവി ചോദിക്കുന്നത്. ഇതിനും വേണ്ടി നിനക്ക് എന്ത് സന്തോഷമാണോ ഉണ്ടായതെന്ന് ചോദിക്കുമ്പോൾ, അതോ ദാ ഇരിക്കുന്നവനുണ്ടല്ലോ, അവൻ അച്ഛനെ പറ്റിച്ച് 50 ലക്ഷവും ഒക്കെ ആയിട്ട് മുങ്ങിയതാണല്ലോ, അപ്പം അവനെ ഒരു പെണ്ണ് പറ്റിച്ചല്ലോ, ആ സന്തോഷം പങ്കുവെക്കാനാണ് ഞാൻ ഈ ഒരു സ്വീറ്റ്സ് ഒക്കെ വാങ്ങിക്കൊണ്ട് വന്നത് എന്നുള്ള കാര്യം രവിയോട് പറയുമ്പോഴത്തേക്കിനും ഇത് ചന്ദ്രമതിക്ക് തീരെ ഇഷ്ടപ്പെടുന്നില്ല. അപ്പൊ ആഹാ എന്റെ കുഞ്ഞിന് ഈ ആപത്ത് പറ്റിയത് അത് നീ ആഘോഷിക്കുകയാണല്ലേടാ, എനിക്ക് നിന്റെ ലഡുവൊന്നും വേണ്ടടാ എന്നും പറഞ്ഞ് വായിൽ വെച്ച ലഡു ആണെങ്കിൽ തുപ്പിക്കളയുകയാണ്. അപ്പൊ ഇത് കാണുമ്പോഴോ രേവതിക്ക് വലിയ സന്തോഷമായി കേട്ടോ. രേവതി ആണെങ്കിൽ ആ ഒരു ലഡു അങ്ങ് ആസ്വദിച്ച് കഴിക്കുകയാണ്. അപ്പം അവളുടെ ആ ഒരു സന്തോഷം കാണുമ്പോൾ നമ്മുടെ രവിക്കും സന്തോഷമായി. രവി ആണെങ്കിൽ അത് അവിടെ വെക്കാനൊന്നും നിന്നില്ല. എന്തായാലും പുള്ളിക്കാരൻ അതങ്ങ് കഴിക്കുക. അപ്പൊ ഇത് കഴിച്ചുകൊണ്ട് നിൽക്കുമ്പോഴത്തേക്കിനും സച്ചി വീണ്ടും പറയാണ്, അതെ ഈ കല്യാണം മുടങ്ങിയത് കൊണ്ടാണല്ലോ ഇവളെ എനിക്ക് കെട്ടേണ്ടി വന്നത്, ആ ഒരു സങ്കടം മാത്രമേ ഇപ്പൊ നിലവിൽ എനിക്കുള്ളൂ. പിന്നെ ഇവൻ ഇത്ര വലിയൊരു അടിയൊക്കെ കിട്ടിയതിൽ എനിക്ക് സന്തോഷം മാത്രമേ ഉള്ളൂ എന്നുള്ള കാര്യം പറയുമ്പോൾ നമ്മുടെ ചന്ദ്രമതിക്ക് അതങ്ങ് സുഖിച്ചു. രേവതി തനിക്കൊരു ബാധ്യതയാണ് എന്നുള്ള രീതിയിലാണ് സച്ചി സംസാരിച്ചത്. അപ്പൊ സച്ചിയുടെ സംസാരമൊക്കെ ചന്ദ്രയ്ക്ക് നന്നായി അങ്ങ് ബോധിച്ചു. ചന്ദ്രയാണെങ്കിലും എന്നാ ഒരു പീസ് ലഡു കഴിച്ചേക്കാന്നും പറഞ്ഞ് ആ ഒരു സന്തോഷത്തില് ലഡു കഴിക്കുമ്പോൾ നമ്മുടെ രേവതിക്ക് വലിയ വിഷമമൊക്കെ ആയി കേട്ടോ. അവൾ അവിടെ നിന്ന് അങ്ങ് പോവുകയാണ്. അപ്പൊ റൂമിലേക്ക് പോയ രേവതിയെ ആണെങ്കിലോ സച്ചി പിന്നാലെ ചെല്ലുകയാണ്. പിന്നാലെ ചെന്നതും രേവതി പറയുന്നുണ്ട്, നിങ്ങൾക്ക് ഞാനൊരു ബാധ്യതയും അതുപോലെ തന്നെ ശല്യമൊക്കെ ആണല്ലേ, നിങ്ങൾ എന്തിനാ അപ്പൊ കല്യാണത്തിന് സമ്മതിച്ചത്? നിങ്ങൾക്ക് അന്ന് ആ കല്യാണം ഇഷ്ടമില്ലായിരുന്നെന്ന് പറഞ്ഞിരുന്നെങ്കിൽ ഞാൻ നിങ്ങളുടെ തലയിലാകില്ലായിരുന്നല്ലോ. ഇനിയിപ്പൊ സംഭവിച്ചു, പറഞ്ഞിട്ട് വല്ല കാര്യമുണ്ടോ? നീ അത് ചെയ്യരുത് ഇത് ചെയ്യരുത് എന്നൊക്കെ പറഞ്ഞ് എന്റെ പിന്നാലെ നടക്കുന്നതുകൊണ്ടാണ് എനിക്ക് നിന്റെ ശല്യമായിട്ട് തോന്നുന്നത്. അതുകൊണ്ട് നിങ്ങളുടെ ഈ ശല്യമൊക്കെ ഞാൻ മാറ്റിത്തരാം. നിങ്ങനെ രേവതി സച്ചിയുടെ മുഖത്ത് നോക്കി പറയാണ്, നിങ്ങൾക്ക് ഞാനൊരു ബാധ്യതയാണെങ്കിൽ ഞാൻ ഇവിടുന്ന് പോയിക്കോളാം എന്നുള്ള കാര്യമൊക്കെ പറയുമ്പോൾ, ആഹാ എന്നാ നന്നായി, നീ എപ്പോ തന്നെ നിന്റെ വീട്ടിലേക്ക് പോയിക്കോ, വേണമെങ്കിൽ പെട്ടിയൊക്കെ ഞാനിപ്പോ റെഡിയാക്കി വെക്കാന്നും പറഞ്ഞ് രേവതിയെ കളിയാക്കുകയാണ്. അപ്പൊ ഈ സമയത്താണെങ്കിലും ആ ഒരു വാശിപ്പുറത്ത് ഇനി തനിക്ക് ഇവിടെ ജീവിക്കാനേ പറ്റില്ല എന്നുള്ള രീതിയിൽ ഇവളാണെങ്കിൽ പെട്ടിയും സാധനങ്ങളും ഒക്കെ എടുത്ത് വെക്കുന്ന സമയത്ത് നമ്മുടെ രവീന്ദ്രൻ വരുന്നുണ്ട്. അപ്പൊ പുള്ളിക്കാരൻ വന്നിട്ട് പറയുന്നുണ്ട്, മോളെ നീ ഇവിടെ പോവൊന്നും ചെയ്യരുത്, ഇവന്റെ ഈ ഒരു സ്വഭാവം ഈ ഒരു ചാട്ടമൊക്കെ ഉള്ളൂ, അവൻ ആള് പാവമാണ് എന്നുള്ള കാര്യമൊക്കെ പറഞ്ഞ് മോളെ അവിടെ പിടിച്ചു നിർത്താൻ തുടങ്ങുകയാണ്. അപ്പം ആ ഒരു സീൻ കഴിയുമ്പോൾ നമ്മളെ
നമ്മളെ കാണിക്കുന്നത് സച്ചിയുടെ കൂട്ടുകാരാണെങ്കിലോ സച്ചിയെ വിരുന്ന് വിളിക്കുകയാണ്. അപ്പൊ സച്ചിയോട് പറയുന്നുണ്ട്, ദേ നീ നിന്റെ ഭാര്യയെയും കൂട്ടി എത്രയും പെട്ടെന്ന് തന്നെ ഞങ്ങളുടെ വീട്ടിലേക്ക് വരണം. ഞങ്ങള് നിനക്ക് നല്ലൊരു ട്രീറ്റ് തന്നെ തരാനാ ഉദ്ദേശിച്ചിരിക്കുന്നത്. എന്തായാലും കല്യാണമൊക്കെ ഇടിപിടിന്ന് നടന്നതാണല്ലോ, അതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് വേണ്ട രീതിയിൽ ഞങ്ങളുടെ കൂട്ടുകാരനെ സൽക്കരിക്കാനൊന്നും പറ്റിയില്ല. അപ്പൊ നീ അവളെയും കൂട്ടി വരണോന്ന് പറയുമ്പോഴത്തേക്കിനും അത് വേണോ? വേണോടാ, നീ അവളെയും കൂട്ടി വാന്ന് പറയുകയാണ്. അങ്ങനെ നമ്മുടെ സച്ചി ആണെങ്കിൽ രേവതിയോട് വന്ന് പറയുന്നുണ്ട്, ദേ ഇന്ന് വൈകുന്നേരം എൻ്റെ കൂട്ടുകാരുടെ അടുത്ത് വരണം. അവര് ഒരു ഫംഗ്ഷനൊക്കെ വെച്ചിട്ടുണ്ട്, കല്യാണം കഴിഞ്ഞൊരു ട്രീറ്റ് തരാന്നാണ്. അതിന് നിങ്ങൾക്ക് എന്നെ കൊണ്ടുപോകാനൊക്കെ ഇഷ്ടമുണ്ടോ എന്നുള്ള രീതിയിൽ രേവതിയും സംസാരിക്കുകയാണ്. ഇഷ്ടമുണ്ടെങ്കിലും ശരി ഇല്ലേലും ശരി, നീ എൻ്റെ കൂടെ വന്നേ പറ്റുള്ളൂ എന്നും പറഞ്ഞ് സച്ചി ആണെങ്കിൽ രേവതിയോട് പറയുമ്പം ആയിക്കോട്ടെ എന്നും പറഞ്ഞ് അങ്ങനെ വലിയ സന്തോഷത്തിലാണ് രണ്ടുപേരും കൂടി വീട്ടിൽ നിന്നും പുറപ്പെടുന്നത്. അപ്പൊ ഇത് കാണുമ്പോൾ രവിക്ക് മനസ്സിനൊരു ആശ്വാസമൊക്കെ ആയി. രണ്ടാളും തമ്മിലുള്ള പിണക്കമൊക്കെ മാറി കാണുമായിരിക്കും എന്നുള്ള രീതിയിൽ ഇവരെങ്ങനെ ആ ഒരു ഫംഗ്ഷൻ നടക്കുന്ന സ്ഥലത്ത് ചെല്ലുമ്പോഴത്തേക്കിനുമാണ് കൂട്ടുകാര് ഗംഭീരമായ രീതിയിലാണ് രണ്ടാളെയും സ്വീകരിക്കുന്നത്. അപ്പം ഒരു കേക്കൊക്കെ വാങ്ങി വെച്ച് ഇവരെ കൊണ്ട് കേക്കൊക്കെ കട്ട് ചെയ്യിക്കുന്നുണ്ട്. അങ്ങനെ വലിയ ഹാപ്പി ആയിട്ട് നിൽക്കുമ്പോഴത്തേക്കിനും അവിടെ ആണെങ്കിലോ ഫുഡും കാര്യങ്ങളും ഒക്കെ റെഡിയാകുകയാണ്. അപ്പൊ ഇവര് അവിടെ ഇച്ചിരി നേരമൊക്കെ സന്തോഷവും കാര്യങ്ങളും ഒക്കെ ആണെങ്കിലും കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കിനും അത് പക്ക ഒരു വെള്ളാടി സെറ്റപ്പിലേക്ക് മാറുകയാണ്. അപ്പൊ ഈ കാര്യം കാണുമ്പോൾ നമ്മുടെ രേവതിക്ക് ശരിക്കും ദേഷ്യം വരികയാണ്. അവൾക്കാണെങ്കിലോ ഇങ്ങനെ കുടിച്ചു കൂത്താടുന്ന ആ ഒരു രീതികളൊന്നും അവൾക്ക് തീരെ ഇഷ്ടമുള്ള കാര്യമല്ല. അതുകൊണ്ട് തന്നെ അവൾക്ക് ശക്തമായ രീതിയിൽ അതിലൊരു പ്രതിഷേധം അങ്ങ് രേഖപ്പെടുത്തുക കേട്ടോ. അപ്പൊ ഇവളാണെങ്കിൽ അവിടുന്ന് എഴുന്നേറ്റ് പോകാൻ തുടങ്ങുമ്പോഴത്തേക്കിനും സച്ചി ആണെങ്കിലോ കൂട്ടുകാർ വാങ്ങി തന്ന ആ ഒരു ഗിഫ്റ്റും കാര്യങ്ങളും ഒക്കെ എടുത്ത് പിന്നാലെ വരികയാണ്. അപ്പൊ സച്ചിയുടെ ഈ സ്വഭാവവും രീതിയും ഒന്നും രേവതിക്ക് തീരെ ഇഷ്ടപ്പെടാത്തത് കൊണ്ട് തന്നെ രണ്ടും രണ്ട് രീതിയിലാണ് വീട്ടിലെത്തുന്നത്. അങ്ങനെ സച്ചി ആണെങ്കിൽ കേറി വീട്ടിലേക്ക് വരുന്ന പാടെ തന്നെ രവി ചോദിക്കുന്നുണ്ട്, അല്ല മോനെ, നിന്റെ ഒപ്പം പോയ രേവതി എന്തേ? നീ എന്താ ഇത്രയും വെള്ളടിച്ച രീതിയിൽ വരുന്നത്? ദേ അച്ഛനോട് ഞാനൊരു കാര്യം പറയാം. അച്ഛന്റെ അഭിമാനം കാക്കുന്നതിന് വേണ്ടിയാണ് അന്ന് എനിക്ക് അവളെ താലി കെട്ടേണ്ടി വന്നത്. എന്ന് വെച്ചേ അവളുടെ അടിമയൊന്നും അല്ല ഞാൻ. എനിക്ക് എന്റെ രീതികളുണ്ട്, എന്റെ കൂട്ടുകാരുണ്ട്. അവരുടെ ഒപ്പം ചേർന്ന് ഇച്ചിരി വെള്ളം അടിച്ചെങ്കിൽ എന്താ ഇപ്പൊ സംഭവിക്കാൻ പോകുന്നത്? ആ പുന്നാര മോള് അവൾ എവിടെ പോയെന്നൊന്നും എനിക്കറിയത്തില്ല എന്നും പറഞ്ഞ് സച്ചി ദേഷ്യപ്പെട്ട് കയറി പോകാൻ തുടങ്ങുമ്പോൾ നമ്മുടെ രേവതി അങ്ങോട്ട് വരികയാണ്. ഞാൻ സഹിക്കാവുന്നതിന്റെ മാക്സിമം സഹിച്ചു, ഇനി എനിക്ക് ഈ വീട്ടിൽ പറ്റില്ല എന്ന് തന്നെ തീർത്ത് പറയാണ് രേവതി. അപ്പൊ ഇവളിങ്ങനെ പറഞ്ഞുകൊണ്ട് നിൽക്കുമ്പം സച്ചി ഓടി വരികയാണ്. ഇത്രയും വർത്താനമൊക്കെ പറഞ്ഞതാണല്ലോ, അപ്പൊ ഇവളുടെ കാരണം വഹിക്കാനുള്ള പുറപ്പാടിലാണ് സച്ചി അങ്ങോട്ട് ദേഷ്യപ്പെട്ട് വരുന്നത്. അപ്പൊ രേവതി ശക്തമായ ഭാഷയില്, ഇനി ബിഗ് ബോസില് ജാൻമണി പറഞ്ഞല്ലോ, ഇനി എനിക്ക് ഇവിടെ പറ്റില്ല, ഞാൻ പോകുകയാണ് എന്നുള്ള രീതിയിൽ രേവതി കണിശമായിട്ട് ഇങ്ങനെ പറയുകയാണ്. ഇനി എനിക്ക് പറ്റില്ല എന്നും പറഞ്ഞ് പുള്ളിക്കാരി അവിടെ നിന്ന് അങ്ങ് ഇറങ്ങുകയാണ്. അപ്പൊ പെട്ടിയൊക്കെ തൂക്കി തന്റെ മരുമോൾ ആ വീട്ടിൽ നിന്ന് ഇറങ്ങി പോകുമ്പോൾ അച്ഛന്റെ ചങ്ക് പിടയ്ക്കുകയാണ്. എന്തായാലും മരുമോള് പോയെങ്കിലും 2 ദിവസത്തിനുള്ളിൽ തിരികെ വരുന്നുണ്ട് കേട്ടോ. നമ്മുടെ ലക്ഷ്മിയമ്മ ചില്ലറക്കാരിയല്ലല്ലോ, പുള്ളിക്കാരി വന്ന് രേവതിയെ അങ്ങ് ബ്രെയിൻ വാഷ് ചെയ്ത് തിരികെ വീട്ടിലെത്തിക്കുന്നുണ്ട്. വീട്ടിലെത്തിയ രേവതി ആണെങ്കിലോ നമ്മുടെ സച്ചി ആണെങ്കിൽ ഇട്ട് വാരുകയാണ്. അപ്പൊ അത്തരത്തിലുള്ള സൂപ്പർ ഹിറ്റ് വിശേഷമാണ് ഇനി വരാനുള്ളത്. അപ്പൊ ആരും മിസ് ചെയ്യരുത്, എല്ലാവരും കാണുക. എല്ലാവർക്കും നല്ലൊരു സൺഡേ ഒക്കെ ആശംസിച്ചുകൊണ്ട് വീഡിയോ വൈൻഡപ്പ് ചെയ്യുന്നു. താങ്ക്